$39 ട്രില്യൺ കടം, $1.5 ട്രില്യൺ ബജറ്റ്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള വലിയ സൈനിക നീക്കം. അമേരിക്കയെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. മറുവശത്ത് രാജ്യം ഒറ്റപ്പെടുന്നു. യുഎസിനൊപ്പം സൈനിക നീക്കത്തിനില്ല. ഹോർമുസ് കടലിടുക്ക് കടന്ന ഫ്രഞ്ച് ജപ്പാനീസ് കപ്പലുകൾ രംഗത്ത് വരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതിഭയാനകമായിട്ട് അമേരിക്കയുടെ കാര്യങ്ങൾ പോവുകയാണ്. ട്രംപ് തന്നെ പോവുകയാണ്. ഇറാനുമായുള്ള തുടരുന്ന സംഘർഷവും ആഗോള സുരക്ഷാ ആവശ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് 2027 $1.5 ട്രില്യൺ വമ്പൻ പ്രതിരോധ ബജറ്റ് ആവശ്യപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം നടന്നിരിക്കുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിലും ആഗോള സാമ്പത്തിക രംഗത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഇക്കാര്യം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക ചിലവ് വർധനവയായിട്ട് ഇതിനെ കണക്കാക്കപ്പെടുന്നു. മാത്രമല്ല, ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയണം. ഇന്ന് അവിടെ ജനങ്ങൾ വലിയ ദുരന്തത്തിലാണ്. ആ ദുരന്തത്തിനിടയിലാണ് കടം കൊടുത്ത് പൈസയൊക്കെ എടുത്ത് ഇത്രയും സൈനിക വിന്യാസത്തിനും ഈ യുദ്ധത്തിനും വേണ്ടിയിട്ട് പൈസ ഇത്രത്തോളം ചെലവാക്കിയത്. അമേരിക്കയുടെ യുദ്ധനയം, സാമ്പത്തിക മുൻഗണനകളും എവിടേക്കാണ് നീങ്ങുന്നത് എന്ന ചോദ്യം ഒരേ സമയം ഉയർത്തുന്നു. ഒരു വശത്ത് ഈ നീക്കം അമേരിക്കയുടെ സുരക്ഷാ ആശങ്കകളെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നാണ് ഭരണകൂടം വാദിക്കുന്നത്. മറുവശത്ത് ഇത് അനാവശ്യമായിട്ടുള്ള യുദ്ധവ്യാപനത്തിനും സാമ്പത്തിക അസ്ഥിരതയ്ക്കും വഴിവെക്കുന്നു എന്ന അപകടകരമായിട്ടുള്ള തീരുമാനത്തെയാണ് വിമർശകർ ആരോപിക്കുന്നത്. ഇറാനുമായിട്ടുള്ള യുദ്ധം 5ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പ്രതിദിനം ഏകദേശം $2 ബില്യൺ വരെ ചെലവുണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഈ ഒരു സംഘർഷത്തിന്റെ സാമ്പത്തിക ഭാരം എത്ര വലുതാണെന്ന് വ്യക്തമാക്കുന്നു. പുനർനിർമ്മാണവും ആയുധശേഖര പുനർനിർമ്മാണവും പോലുള്ള ദീർഘകാല ചെലവുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് കൂടി പരിഗണിക്കുമ്പോൾ ഈ ഒരു യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കുമെന്നത് വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഇതിനിടെ തന്നെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാൻ ആഭ്യന്തര പദ്ധതികളിൽ നിന്ന് $73 ബില്യൺ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കവുമുണ്ട്. ഇത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കാവുന്ന ഒന്നായി മാറുകയും ചെയ്യുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ വാദപ്രകാരം ഈ ഒരു ചെലവ് വർധനവ് അനിവാര്യമാണ്. ആഗോളതലത്തിൽ അമേരിക്കയുടെ സൈനിക ആധിപത്യം നിലനിർത്തുന്നതിനും അതിന്റെ സഖ്യരാജ്യങ്ങളെ സംരക്ഷിക്കുന്നതിനും ഭീഷണികളെ മുൻകൂട്ടി തടയുന്നതിനുമാണ് ഈ ഒരു നിക്ഷേപം ആവശ്യമായത്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ സ്ഥിരത ഉറപ്പിക്കാനും ഊർജ്ജ വിതരണ ശൃംഖലകൾ സംരക്ഷിക്കാനുമുള്ള ബാധ്യത അമേരിക്കയ്ക്കുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കാഴ്ചപ്പാടിൽ പ്രതിരോധ ബജറ്റ് വർധനവ് ഒരു യുദ്ധനയം മാത്രമല്ല, ആഗോള സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു തന്ത്രമാണ്. എന്നാൽ വിമർശകർ ഈ വാദങ്ങളെ ശക്തമായിട്ട് ചോദ്യം ചെയ്യുന്നു. ഫെഡറൽ കടം ഇതിനോടകം തന്നെ $39 ബില്യൺ കടന്നിരിക്കെ കൂടുതൽ സൈനിക ചെലവുകൾ കൂട്ടുന്നത് സാമ്പത്തികമായിട്ട് ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പരിസ്ഥിതി സംരക്ഷണം പോലുള്ള അടിസ്ഥാന മേഖലകളിൽ ചിലവ് കുറയുമ്പോൾ യുദ്ധത്തിനായിട്ട് ട്രില്യൺ കണക്കിന് ചെലവഴിക്കുന്നത് ഒരു അശ്രദ്ധമായിട്ടുള്ള മുൻഗണനയാണെന്നാണ് വിമർശനം. അമേരിക്കൻ ജനതയ്ക്ക് യുദ്ധമല്ല, ആരോഗ്യ സംരക്ഷണമാണ് വേണ്ടത് എന്നാണ് ഹൗസ് ഡെമോക്രാറ്റുകളുടെ പ്രസ്താവന എന്ന് പറയുന്നത്. ഈ വാദത്തിന്റെ സാരാംശം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ട്രംപിന്റെ സ്വന്തം പാർട്ടിയിലും ആശങ്കകൾ ഉയരുന്നുണ്ട്. വലിയ ചെലവ് വർധനവ് ഫെഡറൽ കമ്മി കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നതും ഭാവി തലമുറകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുമെന്നും ചില റിപ്പബ്ലിക്കൻ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിൽ ഈ ഒരു ബജറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടും എന്നത് ഇപ്പോഴും അനിശ്ചിതത്വമാണ്. ഒരു ഭാഗം സാധാരണ നിയമനിർമ്മാണ നടപടികളിലൂടെ പാസാക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗം പാർട്ടി ലൈൻ സംവിധാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം രാഷ്ട്രീയ സംഘർഷം വർദ്ധിപ്പിക്കാനിടയാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ മുന്നിലുള്ള വലിയ ചോദ്യം എന്നത് സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും തമ്മിലുള്ള സതുലനം എങ്ങനെ കൈവരിക്കാം എന്നതാണ്. യുദ്ധകാല ആവശ്യങ്ങൾ അനിവാര്യമാണെന്ന് വാദിക്കുന്നവരും അതേസമയം ആഭ്യന്തര വികസനം അവഗണിക്കരുത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരും തമ്മിലുള്ള ഈ ഒരു വാദപ്രതിവാദം അടുത്ത വർഷങ്ങളിലെ അമേരിക്കൻ നയങ്ങളെ നിർണ്ണയിക്കുന്നതായിരിക്കും. അവസാനമായി ട്രംപിന്റെ $1.5 ട്രില്യൺ പ്രതിരോധ ബജറ്റ് നിർദ്ദേശം ഒരു സാമ്പത്തിക തീരുമാനം മാത്രമല്ല, അത് അമേരിക്കയുടെ ഭാവി ദിശയെ നിർണ്ണയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സൈനിക ശക്തിയായിട്ട് തുടരണമോ അതോ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകണമോ എന്ന ഇരട്ട ചോദ്യങ്ങൾക്കിടയിൽ അമേരിക്ക ഇപ്പോൾ നിൽക്കുകയാണ്. ഈ തീരുമാനത്തിന്റെ ഫലങ്ങൾ അമേരിക്കയുടെ അതിർത്തികൾക്കപ്പുറം മുഴുവൻ ലോകത്തെയും ബാധിക്കുമെന്നത് തീർച്ചയാണ്. ഇനി യുഎസുമായിട്ട് സൈനിക നീക്കത്തിനില്ല എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് കടന്ന് ഫ്രഞ്ച് ജപ്പാനീസ് കപ്പൽ വരുന്നതും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ഫ്രാൻസിന്റെ ആദ്യ കപ്പൽ പുറപ്പെട്ടതോടെയാണ് ഈ ഒരു വിവരം വന്നത്. എന്തായാലും ഷിപ്പിംഗ് ഭീമനായിട്ടുള്ള CMA
CGM ഗ്രൂപ്പിന്റെ കപ്പലാണ് പുറപ്പെട്ടത്. US പ്രസിഡന്റ് ഫ്രഞ്ച് പ്രസിഡന്റിനെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഈ നീക്കം നടക്കുന്നത്. ഇവിടെയും അമേരിക്കയ്ക്ക് കനത്ത നഷ്ടമാണ്. യാതൊരു തരത്തിലുള്ള കപ്പലും അമേരിക്കയുടെ ഭാഗത്തേക്കോ അമേരിക്കയുടെ ആവശ്യത്തിനോ വേണ്ടിയിട്ട് ഹോർമുസ് കടലിടുക്ക് വഴി ഇറാൻ കടത്തിവിടാത്തത് അവിടെ വലിയ സാമ്പത്തിക വെല്ലുവിളിക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. എന്തായാലും ഇത്തരം നീക്കങ്ങൾ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇന്ന് അമേരിക്ക നേരിടുന്നത്. ഈ ബുദ്ധിമുട്ടിൽ അടിപതറുകയാണ് അവിടുത്തെ ജനങ്ങളും.